വാഹന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ബ്രാൻഡാണ് ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ്. ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത വാഹനപ്രേമി ഉണ്ടാവില്ല. പുതിയതാണെങ്കിലും ശരി, പഴയതാണെങ്കിലും ശരി, ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് ഈ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൊയോട്ട ഡീലർമാരായിട്ടുള്ള നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് സർട്ടിഫൈഡ് യൂസർ ഷോറൂമായിട്ടുള്ള യൂട്രസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് നിൽക്കുന്നത്. ഒരുപാട് ടൊയോട്ട വാഹനങ്ങളുണ്ട്. ടൊയോട്ട വാഹനങ്ങൾ മാത്രമല്ല, അതർ ബ്രാൻഡ് വാഹനങ്ങളുണ്ട്. അതായത് പുതിയ വാഹനങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. എല്ലാത്തരം ചെക്ക് പോയിന്റ് കാര്യങ്ങളും ഓക്കെ ആയാൽ മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ സെയിലിന് വെക്കുക. കാരണം ഇത്രയും വലിയ ബ്രാൻഡാണ്, അവരുടേതായിട്ടുള്ള ബ്രാൻഡിന് കളങ്കം വരുത്തുന്ന ഒരു പരിപാടിയും ഇവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചെറിയ വിലയിൽ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായാലും ഈ വീഡിയോ കാണണ്ട. കാരണം ക്വാളിറ്റി കുറവിലും കണ്ടീഷൻ കുറവിലും വിലക്കുറവിലും ഒരുപാട് വാഹനങ്ങൾ അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളത് എല്ലാം തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ്. അത് നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് വാറന്റിയും ഫ്രീ സർവീസ് എല്ലാം നൽകുന്നുണ്ട്. നവംബർ മാസത്തെ സ്റ്റോക്ക് നമ്മളൊന്ന് കാണിക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഈ ഒരു ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തുടങ്ങിയാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെയുള്ള ടൊയോട്ട വാഹനങ്ങളോ അതർ ബ്രാൻഡ് വാഹനങ്ങളോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞുതരാം. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുഴക്കൽപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നിപ്പോൺ ടൊയോട്ടയുടെ പുതിയ ഷോറൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ യൂട്രസ് പ്രവർത്തിക്കുന്നത്. ഷോബ സിറ്റി ഒക്കെ നിയർ ഉണ്ട്. മെയിൻ ഹൈവേയിൽ തന്നെയാണ്, വരാനും പോകാനും സൗകര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ വാഹനങ്ങളും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക. ഇത് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡലാണ്. 2017 മോഡൽ. വേരിയന്റ് ഏതാ? സെഡ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടിയാണ്. മാനുവൽ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് എല്ലാം ഉണ്ടല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. ഈ ഒരു വാഹനം Z എന്ന് പറയുന്ന വേരിയന്റ് ഫുൾ ഓപ്ഷൻ ഫുൾ ലോഡ് വണ്ടിയാണ്. ടോപ്പ് എൻഡ് ആണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 17,25 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് 17,25,000 രൂപയാണ്. ചെറിയതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം. മാക്സിമം ലോൺ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ എല്ലാ വേരിയന്റും സെറ്റ് ചെയ്ത് തരും അല്ലേ? ഇത് ടൊയോട്ട കമ്പനിയുടെ ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ വി ഓപ്ഷൻ ആണ് വണ്ടി. വി ഓപ്ഷൻ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? പെട്രോൾ ഡീസലാണ്? ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1,63,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് എല്ലാം സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. ഇത് VL ഓപ്ഷൻ വരുന്നത്. വി ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഓക്കെ. ഇൻഷുറൻസ് കളയെല്ലാം ക്ലിയർ ആണ്? എല്ലാം ലൈവ് ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 16,90,000 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 16,90,000 രൂപയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം, മാക്സിമം ലോണും ചെയ്യാം. ടൊയോട്ട കമ്പനിയുടെ ഹൈ റൈഡർ അല്ലേ? ഹൈ റൈഡർ നിയോ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. നിയോ ഡ്രൈവ് ആണല്ലേ? ഏതാ മോഡല്? 2024 മോഡലാണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അത് വേരിയന്റ് ഏതാ? ഇത് വി വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. ചില ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും പാനോറാമിക് സൺറൂഫ് മുതൽ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. മാനുവൽ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 18,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയ ഒരു ഹൈ റൈഡർ അല്ലേ? ഒരു പുതിയതൊക്കെ എടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം. തീർച്ചയായും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 15,75,000 ചോദിക്കുന്നത്. 15,70,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നമുക്കപ്പോൾ ഇതിന് വാറന്റി കൊടുക്കാം. 2 കൊല്ലത്തെ വാറന്റി നമുക്ക് കൊടുക്കാം. 2 വർഷത്തെ വാറന്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന അതേ പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇവരത്തിന് അറേഞ്ച് ചെയ്ത് തരും. ഇത് ടൊയോട്ട കമ്പനിയുടെ ഹൈ റൈഡർ അല്ലേ? ഹൈ റൈഡർ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2024 മോഡലാണ്. എസ് വേരിയന്റ് ആണ്. ഹൈബ്രിഡിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ് വണ്ടി. അത് ഹൈബ്രിഡ് വേരിയന്റ് ആണ്. പ്യൂർ ഹൈബ്രിഡ്. നല്ല മൈലേജും നല്ല മൈലേജും. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 8,500 കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട്. 8,500 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം പറയാല്ലേ? ഇത് കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ കമ്പനി സർവീസ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം. ഒരു പുതിയത് എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്. 16 ലക്ഷം നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 16 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഒരു പുതിയ വാഹനം എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം അത്രയധികം നമുക്ക് ലക്ഷങ്ങളെ മാറ്റം നമുക്ക് ഇതിൽ വരുന്നുണ്ടല്ലേ? ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും? വാറന്റി കൊടുക്കുന്നുണ്ട്. എത്ര വാറന്റി വരുന്നത്? നമുക്ക് 2 വർഷത്തെ വാറന്റി ഇതിന് കൊടുക്കും. 2 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി നമുക്ക് എടുക്കാനും കഴിയും. അടുത്തായിട്ട് ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ ഓൾഡ് ബേസിൽ വരുന്ന വാഹനം അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് ഇന്നോവ 2013 G4 ആണ് ഓപ്ഷൻ വരുന്നത്. G4 ആണ് വേരിയന്റ് വരുന്നത് അല്ലേ? ഓണർഷിപ്പോ?
സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ഡീസലാ? ഡീസലാണ്. ഡീസൽ വാഹനം. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഡീസൽ വാഹനം ചോദിക്കുന്നുണ്ട്. അവർക്ക് പറ്റിയ വാഹനമാണ്. G4 അല്ലേ വേരിയന്റ്? G4 ആണ് വേരിയന്റ്. G4 വേരിയന്റ് 8 സീറ്റർ ആണോ? 8 സീറ്റർ ആണ് വണ്ടി വരുന്നത്. 8 സീറ്റർ ആണല്ലേ? ഒട്ടുമിക്ക വാഹനങ്ങളും 7 സീറ്റർ ആണ് വരിക. ഇത് 8 സീറ്റർ ആണല്ലേ? അതിന് ഇൻഷുറൻസ് കാണാൻ ക്ലിയർ ആണ്? പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. 9,20,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 9,20,000. നിങ്ങൾക്ക് താല്പര്യം കോൺടാക്ട് ചെയ്യാൻ ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് അല്ലേ? അതെ. ഏത് മോഡൽ വരുന്നത്? 2019 മോഡൽ ZXi എന്ന് പറയുന്ന വേരിയന്റ് ആണ് വരുന്നത്. അത് ടോപ്പ് എൻഡ് തൊട്ട് താഴെ വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 30,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. ഇത് കമ്പനി സർവീസും കാണാൻ സർവീസും ZXi എന്ന് പറയുന്ന വേരിയന്റില് പുഷ്പെട്ട സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്ന പ്രൈസ് 6,40 ആണ്. 6,40 ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നിലവിൽ കണ്ടീഷൻ വണ്ടിയാണ്. വാഹനപ്രേമികളെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് ടൊയോട്ട കമ്പനിയുടെ ഇത്തിയോസ് ലിവ അല്ലേ? അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 B വേരിയന്റ് ആണ്. B വേരിയന്റ് അതായത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ VX ആണ്. VX ആണ്. അതിന് തൊട്ട് താഴെ വേരിയന്റ് അല്ലേ? ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 75,000 കിലോമീറ്റർ ഓടി. 75,000. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? 75,000. കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. ജെനുവിൻ കിലോമീറ്റർ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ വീല് വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് ഒക്കെ നിലവിൽ കിടക്കുന്ന വണ്ടികളുടെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും. നമ്മൾ ഓതറൈസ്ഡ് യൂസർ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ നോക്കൂലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,40 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ചെറിയ ഇതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു കളർ കൂടിയാണ് ഡുവൽ ടോൺ അല്ലേ? അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഷോറൂമിലേക്ക് വരാൻ പറ്റുന്നവര്, അല്ലാത്തവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് ടൊയോട്ട കമ്പനിയുടെ ഗ്ലാൻസ് ആണ്. ഏത് മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ V ഓട്ടോമാറ്റിക് ആണ്. V ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടി? 53,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 53. കമ്പനി സർവീസും സർവീസ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഈ V എന്ന് പറയുന്ന വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയർസും. 6 മാസത്തെ വാറന്റി ആണുള്ളത്. 6 മാസത്തെ വാറന്റി ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണണമെന്ന് ഇല്ലാത്തതിന്റെ പേരിൽ വാറന്റി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,35,000 രൂപ. 7,35 ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവില്ലേ? മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. ഇത് ഹോണ്ട സിറ്റി അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2017 Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 70,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. കമ്പനി സർവീസും കാണാനും പക്കയല്ലേ? കമ്പനി സർവീസും വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റുകളില്ല. ഒന്നുമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. സൺറൂഫ്, അലോയ് പുഷ്പെട്ട സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. ഇതിന്റെ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 8,50,000 രൂപ. 8,50 ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ചെറിയ ഇതിലും മാറ്റം കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. ഇത് ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഏത് മോഡൽ വരുന്നത്? 2018 G മാനുവൽ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. 99,000 കിലോമീറ്റർ. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണുന്നില്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 17,90 ആണ് നമ്മൾ ചോദിച്ചിരുന്നത്. മുൻപത്തെ വില. നമ്മുടെ GSTയുടെ ഓഫർ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് 17,50 ആയിട്ടുണ്ട്. 40,000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് GSTയുടെ ഭാഗമായിട്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. അതെ, 6 മാസത്തെ വാറന്റി നമ്മൾ എഞ്ചിൻ ഗിയർ ബോക്സ് ഡ്രൈവറിന് കൊടുക്കുന്നു. എല്ലാം കൊടുക്കുന്നുണ്ട്. 6 മാസത്തെ വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ. ഏത് മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ 2.8 Z ഓട്ടോമാറ്റിക് ആണ്. Z എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഡീസലാ? ഇത് ഡീസലാണ്. ഡീസൽ വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 95,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 95,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർ വെഹിക്കിൾ. എത്ര ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസും കാണാൻ പക്കയല്ലേ? കമ്പനി സർവീസും എല്ലാം പക്കയാണ്. ടോപ്പിന്റെ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാണാൻ വരുന്നുണ്ട്. വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 19,90,000 രൂപ. 19,90 ആണ് ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് സർട്ടിഫിക്കറ്റ് വാഹനല്ലേ? അപ്പൊ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. അതെ, നമുക്ക് 6 മാസത്തെ വാറന്റി ഉണ്ട്. 6 മാസത്തെ വാറന്റി ഉണ്ട്. അപ്പൊ പിന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് മാരുതി സുസുക്കിയുടെ ബ്രസ. ഏത് മോഡൽ വരുന്നത്? 2019 ZDI ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ വാഹനമാണല്ലേ? അതെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 69,000 കിലോമീറ്റർ നിലയിൽ വണ്ടി ഓടിയിട്ടുണ്ട്. 69,000 കിലോമീറ്റർ. ഡീസൽ വാഹനമാണ്. എന്നിട്ട് പോലും നമുക്ക് അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ZDI എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ടയറും കണ്ടീഷൻ അല്ലേ? കണ്ടീഷനാണ്. വിത്ത് അലോയ് വീൽ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 9,20 ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യില്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇത് ടൊയോട്ട കമ്പനിയുടെ ഇത്തിയോസ് അല്ലേ? ഏതാ മോഡൽ? ഇത് 2012 മോഡലാണ്. വേരിയന്റ്
GD എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓണർഷിപ്പോ സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 93,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ടൊയോട്ട വാഹനങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ GD എന്ന് പറയുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ്. പിന്നെ നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നിലവിൽ കണ്ടീഷനാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 380 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ ചോദിക്കുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. ഇത് മാരുതി സുസുക്കിയുടെ ഡിസയർ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ VXi എന്ന് പറയുന്ന വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 48,000 കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് അല്ലേ? സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ ആണ്. ചോദിക്കുന്ന പ്രൈസ് 520 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 5,20,000 രൂപ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. കച്ചവടമാകുമ്പോൾ ചെറിയ മാറ്റമുണ്ടോ? ഇത് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്ടൺ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2014 മോഡലാണ്. 14 മോഡൽ. വേരിയന്റ് മാഗ്ന. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 140 ഓടിയിട്ടുണ്ട്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? പിന്നെ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 290 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 2,90,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഇത് ടൊയോട്ട കമ്പനിയുടെ ഓതറൈസ്ഡ് ഷോറൂം ആണെങ്കിൽ നമ്മുടെ എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും പുതിയ വാഹനങ്ങളായിട്ട് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. നിങ്ങൾ നന്നായി നോക്കിയിട്ടാണ് എടുക്കുക. നമ്മൾ വാല്യുവേഷൻ ചെയ്തെടുക്കുന്ന വണ്ടികളാണ്. അപ്പൊ വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്താണ് കൊടുക്കുക. ഇത് ഹ്യുണ്ടായിയുടെ വെർണ. ഏതാ മോഡൽ വരുന്നത്? 2016 മോഡലാണ് വരുന്നത്. വേരിയന്റോ? SX ആണ്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 1 lakh ഓടിയിട്ടുണ്ട്. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസ് കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും SX വരുന്നുണ്ട്. അലോയിൽ കണ്ടീഷൻ ടയേഴ്സ്, നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,20,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ഇത് ടൊയോട്ട കമ്പനിയുടെ ഇത്യോസ് അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2014 GD ആണ്. ഡീസൽ വെഹിക്കിൾ ആണ്. GD ഡീസൽ വാഹനം. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ. 1,39,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. കമ്പനി സർവീസും സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്ന ഒരു വാഹനം. അതെ, ഇത് ഈ വണ്ടി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇതിന് നമ്മള് അന്ന് 5,30,000 ചോദിച്ചിരുന്നത്. 5,30,000. ഇപ്പൊ GST ഡിസ്കൗണ്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 4,75,000 നമ്മളിപ്പോ ഈ വണ്ടി സെയിലിനിട്ട്. 4,75,000 മാക്സിമം വരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് GST കാര്യം വന്നതിന് ശേഷം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡീസൽ എത്തിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. വോക്സ്വാഗൻ കമ്പനിയുടെ വെന്റോ അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2015 ഡീസൽ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ഹൈലൈൻ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ, എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്ന വണ്ടിയാണല്ലേ? അന്ന് നമ്മൾ എത്ര ചോദിച്ചിരുന്നു? അന്ന് നമ്മൾ 4,000 ഇതിന് വണ്ടിക്ക് വില പറഞ്ഞത്. 4,50,000. ഇപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഡിസ്കൗണ്ട് നമ്മുടെ GST ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ 4,00,000 ആക്കിയിട്ടുണ്ട്. 4,50,000 രൂപ നമ്മൾ ഈ ഒരു വാഹനത്തിന് കുറച്ചിട്ടുണ്ട് ഈ മാസം അല്ലേ? മാക്സിമം നമ്മൾ കുറക്കാൻ പറ്റുന്നതിന് അത്രയും കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലൊരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതിനേക്കാൾ അനുയോജ്യമായ വാഹനം വേറെ കിട്ടാനില്ല. ഇത് റെനോൾട്ടിന്റെ ഡസ്റ്റർ അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2013 110 ആണ്. 110. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. 1,00,000 കിലോമീറ്റർ ഓടിക്കണം. ഡീസലാ? ഡീസൽ വാഹനമാണല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളല്ലേ? അതെ, കമ്പനി സർവീസും കാര്യങ്ങളും. വേറെ കംപ്ലൈന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നിലവിൽ കണ്ടീഷൻ വണ്ടിയല്ലേ? അതെ, കണ്ടീഷൻ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മളിപ്പോ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഈ വണ്ടി ഈ 3,90,000 അന്ന് ഈ വണ്ടിക്ക് ചോദിച്ചിരുന്നത്. ഇപ്പൊ GST ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് ഇതിപ്പോ ലാസ്റ്റ് നമ്മൾ 3,40,000 ആയിട്ടുണ്ട്. 3,40,000. 50,000 രൂപ നമ്മൾ കുറച്ചിട്ടുണ്ട്. മാക്സിമം അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. GST ഭാഗമായിട്ട് വാഹനങ്ങൾക്ക് വില കുറഞ്ഞോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് നല്ല രീതിയിൽ നമ്മൾ കുറച്ചിട്ടുണ്ട്. നമ്മൾ പഴയ വാഹനങ്ങളൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2020 XZ പ്ലസ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ടോപ്പ് എൻഡ് ആണല്ലേ? ടോപ്പ് എൻഡ് മാനുവൽ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. 74,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ. കമ്പനി സർവീസ് കാണാൻ പറ്റുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് മുന്നേ നമ്മൾ ചോദിച്ചിരുന്നത് 4,65 ആയിരുന്നു. ഓക്കെ. ഇത് ഇപ്പൊ GST ഓഫറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ വണ്ടി ചോദിക്കുന്ന വില 4,35 ആണ്. 4,35 ചോദിക്കുന്നത്. ഏകദേശം 30,000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. നല്ല കമ്പനി സർവീസും കാണാനുള്ള പക്ക നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണല്ലേ? ഇത് ടൊയോട്ട കമ്പനിയുടെ ഇത്തിയോസ് ലിവ അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2015 ലിവ GD ആണ്. ലിവ GD ഡീസൽ വെഹിക്കിൾ. സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 2,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,00,000 കിലോമീറ്റർ. ടൊയോട്ട വാഹനങ്ങളൊക്കെ എത്ര ഓടിയാലും കുഴപ്പമില്ല.
പ്രോപ്പർ കമ്പനി സർവീസും കാണാൻ പ്രോപ്പർ സർവീസ് കമ്പനിയുള്ള എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? അതെ. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റുകൾ ഒന്നുമില്ല. നിലവിൽ കണ്ടീഷൻ വണ്ടിയല്ലേ? അതെ, കണ്ടീഷൻ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 465 ചോദിക്കുന്നത് വില. 4,65,000 രൂപയാണ് ചോദിക്കുന്നത്. ഡീസൽ വാഹനമൊക്കെ അന്വേഷിച്ച് ഇറങ്ങുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വാഹനമാണ്. ഇത് മാത്രമല്ല ഒരുപാട് വ്യത്യസ്തമായിട്ട് വേറെ ഉണ്ട് അല്ലേ? ഈ റെന്റിങ് ഓഫർ ആയിട്ട് ഈ വണ്ടിക്ക് നമ്മൾ 4.5 ലാസ്റ്റ് പറയണം. ഇത് ചോദിച്ചിരുന്ന വില എത്രയാണ്? 465. 465. 10,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാസം നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇത് 2014 മോഡല് ടൊയോട്ട കമ്പനിയുടെ എത്തിയോസ് ലിവാല. ഏതാ വേരിയന്റ്? ഇത് ജി ആണ്, പെട്രോൾ ആണ് വെഹിക്കിൾ. പെട്രോൾ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ 99,000 കിലോമീറ്റർ. 99,000. കമ്പനി സർവീസ് ഉള്ള വാഹനമല്ലേ? കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഈ ജി എന്ന് പറയുന്ന വേരിയന്റ് ബേസ് ഓപ്ഷൻ ആണ്. ബേസ് ഓപ്ഷൻ ആണ്. നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ടയറും കാണാൻ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,70,000 രൂപ. 3,70,000 രൂപ. നമുക്ക് ഈ മാസം എടുക്കുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കില്ല? മാക്സിമം ഡിസ്കൗണ്ട് ആണ്. നമ്മുടെ ഈ റെന്റിങ്ങിന്റെ ഓഫർ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 360 അറേഞ്ചിൽ 350 അറേഞ്ചിൽ തരാം. ചെയ്തുതരാം. ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ അവിടെ വരുന്നത് തൃശ്ശൂർ പുഴയ്ക്കൽ നിപ്പോണ്ടായിട്ട് ഷോറൂമാണ്.